പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല വരുമ്പോൾ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എന്തെങ്കിലും ഒരു മുടക്കുണ്ടാവും. ഇപ്പോൾ പിന്നെ പല സർവീസും ഉണ്ടല്ലോ നമുക്ക്, ട്രാൻസ്പോർട്ടേഷൻ. ബസ് മാത്രമല്ലല്ലോ, ഊബർ, മറ്റ് ഊബറിൻ്റെ തന്നെ ക്യാബുണ്ട്, ടാക്സി ഉണ്ട്, ഓട്ടോറിക്ഷയുണ്ട്. ഞാൻ ഇന്ന് തന്നെ ഇവിടെ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ഇവിടേക്ക് വന്നത് ഊബർ ഓട്ടോയിലാണ്. 62 റുപ്പീസാണ്. റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് 3 കിലോമീറ്ററാണ് ദൂരം. 62 റുപ്പീസാണ് റേറ്റ്. അത് എനിക്ക് 31 റുപ്പീസിന് കിട്ടി, 50% ഡിസ്കൗണ്ടാണ്. നമ്മുടെ കാലിക്കറ്റ് മാനഞ്ചിറയിലുള്ള സ്ക്വയർ പോലെ ഒരു മനോഹരമായ ഒരു ഏരിയയാണിത്. കാലിക്കറ്റ് മാനഞ്ചിറയിലുണ്ട് ഇതുപോലെ ഇരുന്ന് വിശ്രമിക്കാനും. ഇത് പക്ഷേ ഈ ട്രിവാൻഡ്രം സൂവിൻ്റെ ഭാഗത്തിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. സൂവിലേക്ക് ശരിക്കും കടന്നിട്ടില്ല, കാരണം അതിൻ്റെ ടൈം ആയിട്ടില്ല. ഇതിനിപ്പോൾ എൻട്രി പാസ് എടുക്കണം, ഫോണിനുള്ള ചാർജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അങ്ങനെ ഫോൺ മീൻസ് വീഡിയോഗ്രാഫി, മൊബൈൽ ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. മാത്രമല്ല 9 മണിയെങ്കിലും ആവണം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 8:30 ഏതാണ് ഫ്രണ്ട്സ്, ഞാൻ ഏതാണ്ട് 13 വർഷമായി കാണാൻ കാത്തിരിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ കോർപ്പറേഷൻ ഓഫ് തിരുവനന്തപുരം നഗരസഭ. 13 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ നാടോടി മന്നൻ എന്ന് പറഞ്ഞ സിനിമയില്ലേ, മലയാള സിനിമ, ആ സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അറിയില്ല, ആ സിനിമ കണ്ടപ്പോൾ മുതൽ ആഗ്രഹം തോന്നി. കാരണം എനിക്കറിയില്ല, പക്ഷേ അതിൽ കാണിക്കുന്ന കോർപ്പറേഷൻ ഓഫ് ട്രിവാൻഡ്രം അല്ലെങ്കിൽ തിരുവനന്തപുരം ഉള്ളത് കൊച്ചിയിൽ സെറ്റിട്ടതാണ്. കോർപ്പറേഷൻ ഓഫ് ട്രിവാൻഡ്രം അല്ല, അതിൽ ഒറിജിനലായിട്ട് ആകെ എൻ്റെ അറിവിലുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ മാത്രമായിരിക്കും. ബാക്കി ഏറെക്കുറെ എല്ലാ സീനും കൊച്ചിയിലും പാലക്കാടുമാണ്. പാലക്കാട് പിന്നെ ദിലീപിൻ്റെ ക്യാരക്ടറിൻ്റെ നാടായിട്ട് കാണിക്കുന്നുണ്ട്, മാന്നാനം. ഇതാണ് ഒറിജിനൽ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഓഫീസ്. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. ശരിക്കും ഞാൻ വന്നത് ഇതിൻ്റെ ബാക്ക് എൻട്രൻസിലൂടെയാണെന്ന് തോന്നുന്നു.